17 വർഷങ്ങൾ 6155 ദിവസങ്ങൾ രാഹുൽ ദ്രാവിഡിന് ശേഷം ചെപ്പോക്കിൽ ചെന്ന് കയറി ചെന്നൈയുടെ ബിസിലടിച്ച് അണ്ണാക്കി കയറ്റി കൊടുക്കാൻ ബാംഗ്ലൂരുവിൻ്റെ ഒരു പയ്യന് പറ്റിയിരിക്കുന്നു. രാഹുൽ ദ്രാവിഡിന് ശേഷം പിന്നീട് വന്ന ഒരൊറ്റ ക്യാപ്റ്റന് പോലും ചെന്നൈയുടെ മഹിഷ്മതിയായിട്ടുള്ള ആ ചെപ്പോക്കിൽ കയറി അവരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം RCB ഒരിക്കലും ചെന്നൈയിൽ പോയി ഡോമിനേറ്റ് ചെയ്ത് ചരിത്രം ഉണ്ടായിട്ടില്ല. അവിടെ ചെന്ന് കയറി ചെപ്പോക്കിൽ RCBയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം സ്വന്തമാക്കിയത് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇത്തവണ കന്നിക്കാരൻ ക്യാപ്റ്റനായി മാറിയ രജത് പട്ടിദാർ തന്നെയാണ്. ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്ത് 50 അടിച്ച് തൻ്റെ ടീമിൻ്റെ ടോപ്പ് സ്കോററായി മാറിയ രജത് പട്ടിദാർ കൃത്യമായ ബോളിംഗ് ചേഞ്ചസ് വരുത്തി ചെന്നൈയുടെ ബാറ്റർമാരെ വരിഞ്ഞു മുറുക്കിയെടുത്ത് വിജയം തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ 50 റണ്ണിന് മുകളിലുള്ള മാർജിനുമായിട്ട് ചെപ്പോക്കിൽ ചെന്നൈയുടെ അണ്ണാക്കിലേക്ക് വിസിലടിച്ച് കയറ്റിയത് പട്ടിദാറിൻ്റെ കുട്ടികളെന്ന് പറയാൻ പറ്റത്തില്ല. പട്ടിദാർ വലിയവരെയും ചെറിയവരെയും എല്ലാം ഒരുമിപ്പിച്ച് നിർത്തി വിജയം സ്വന്തമാക്കി പോയി എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും ബംഗളൂരുവിനെ സംബന്ധിച്ചിടത്തോളം അവിസ്മരണീയമായിട്ടുള്ള ഒരു ദിവസം തന്നെ ആയിരിക്കും ഇന്നത്തേത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പട്ടിദാർ എന്ന ക്യാപ്റ്റൻ ആരാണ് എന്താണ് എന്ന് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. മഹേന്ദ്ര സിംഗ് ധോണിയെ പോലെ ഒരു അധികായന്റെ അവസാന നിമിഷത്തെ ആ ഒരു കൂട്ടപ്പുരച്ചിലിന്റെ പേരിൽ ആരാധകർ സ്റ്റാറ്റസ് ഇട്ട് മെഴുകുന്നുണ്ടെങ്കിൽ പോലും ഈ പ്രായത്തിൽ മഹേന്ദ്ര സിംഗ് ധോണി ഇങ്ങനെ കളിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ്. അതിനൊന്നും ആർക്കും യാതൊരു തരത്തിലുള്ള സംശയമോ കുറ്റമോ ഒന്നുമില്ല. നല്ല സ്റ്റംപിങ്ങും കാര്യങ്ങളും എല്ലാം മഹേന്ദ്ര സിംഗ് ധോണി നടത്തിയിട്ടുണ്ട്. പക്ഷേ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ധോണി ഒരു ഭീരുവാവുകയാണോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. ഇപ്പം അവസാന ഓവറിൽ കൃണാൽ പാണ്ഡ്യയെ ധോണി എണ്ണം ചവിട്ടി പൊട്ടിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അപ്പോഴത്തേക്കും വിജയം കൈവിട്ട് പോകുന്നതിനും അപ്പുറത്തേക്കായിരുന്നു എന്നുള്ളത് സത്യമാണ്. കാരണം വിജയം കൈവിട്ട് പോയി കഴിഞ്ഞു. അശ്വിനെ വരെ ഇറക്കിയതിന് ശേഷം എന്തിനെണ്ണം ഇറങ്ങാൻ വെയിറ്റ് ചെയ്തു എന്നുള്ള ഒരു ചോദ്യചിഹ്നമായിട്ട് ചെന്നൈയിൻ ആരാധകരുടെ ഉള്ളിലുണ്ടായിരിക്കും എന്നുള്ളത് ശരി തന്നെയാണ്. ഏതായാലും 17 വർഷങ്ങൾ 6155 ദിവസങ്ങൾ വാളിന് ശേഷം ഒരു യുവതാരം ചെപ്പോക്കിൽ ചെന്ന് കയറി സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ അണ്ണാക്കിലേക്ക് അഗ്നിനാളം പോലെ ആണി അടിച്ച് കയറ്റിയിട്ട് ചിന്നസ്വാമിയിലേക്ക് വണ്ടി കയറാൻ പോകുന്നു. ഇനി പട്ടിദാറിന്റെ കാലം, RCBയുടെ തിരിച്ചുവരവിന്റെ കാലം, ജോഷ് ഹേസൽവുഡിന്റെ മാരക ബോളിങ്ങിന് പ്രത്യേക പ്രശംസ അർഹിക്കുന്നുണ്ട്. ബൈ.